ഗരുഡപുരാണം പ്രകാരം മരണാനന്തരം ആത്മാവിന് എന്ത് സംഭവിക്കും എന്നറിയാമോ? ഭൂലോകത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടതും 3 യമകിങ്കരന്മാർ ആത്മാവിനെയും കൂട്ടി യമലോകത്തിലേക്ക് കൊണ്ടുപോകും. ആത്മാവിനെ കണ്ടതും യമധർമ്മരാജാൻ അവരോട് ആ ആത്മാവിനെ സ്വന്തം വീട്ടിൽ വിട്ടുവരുവാനും 13-ാം ദിവസം ആ ആത്മാവ് ചെയ്ത കർമ്മപ്രകാരം കൊണ്ടുവരുവാൻ പറയും. ആത്മാവിനെ കിങ്കരന്മാർ വീട്ടിൽ എത്തിച്ച് കിങ്കരന്മാർ തിരിച്ചു പോകും. ആ ആത്മാവ് തന്റെ ശരീരത്തിൽ നിന്നും 10 അടി ഉയരം നിലകൊള്ളും. ശിരസ് ദഹിക്കുന്നതുവരെ ആത്മാവിന് ആഗ്രഹങ്ങൾ നിലനിൽക്കൂ. ശരീരം മുഴുവൻ നശിച്ച ആത്മാവിന് ശേഷം പിണ്ടം കൊണ്ടൊരു ശരീരം ഉണ്ടാകും. മരണപ്പെട്ടയാളുടെ പുത്രൻ ആദ്യ ദിവസം ഇടുന്ന പിണ്ടത്തിൽ ശിരസ് ഉദ്ഭവിക്കും. 2-ാമത്തെ പിണ്ടത്തിൽ കഴുത്തും, 3-ാം നാളിലെ പിണ്ടം കൊണ്ട് നെഞ്ചും, 4-ാം നാളിലെ പിണ്ടം കൊണ്ട് വയറും, 5-ാം നാളിലെ പിണ്ടം കൊണ്ട് നാദിയും, 6-ാം നാളിലെ പിണ്ടം കൊണ്ട് പൃഷ്ഠവും, 7-ാം നാളിലെ പിണ്ടം കൊണ്ട് ജനനേന്ദ്രിയങ്ങളും, 8-ാം നാളിലെ പിണ്ടം കൊണ്ട് തുടയും, 9-ാം നാളിലെ പിണ്ടം കൊണ്ട് കാലും, 10-ാം നാളിലെ പിണ്ടം കൊണ്ട് മുഴുവൻ ശരീരരൂപവും ഉണ്ടാകും. ശേഷം താൻ വസിച്ചിരുന്ന വീട്ടിൽ എത്തി ഉള്ളിൽ കയറാതെ നടയിൽ നിലകൊള്ളും. വന്നുപോകുന്നവരെ നോക്കി നിന്ന് സത്യസന്ധരായി ദുഃഖിക്കുന്നവരെ കണ്ടു വിലപിക്കും. 11-ാം നാളിലും 12-ാം നാളിലും പുത്രൻ ഇടുന്ന പിണ്ടം ഭക്ഷിക്കും. 13-ാം നാൾ കിങ്കരർ വീണ്ടും എത്തും. കയറുകൊണ്ട് കുരുക്കിട്ട് പിണ്ട ശരീരത്തെ വലിച്ചു കൊണ്ടുപോകും. ആ ശരീരം തന്റെ വീടിനെയും ബന്ധുക്കളെയും തിരിഞ്ഞു നോക്കിക്കൂടെ ചെല്ലും. ഒരു ദിവസം 247 കാതം ദൂരം രാത്രിയും പകലും യാത്ര ചെയ്യും. പിന്നീട് കർമ്മങ്ങൾക്ക് അനുസരിച്ചാകും യാത്ര. ആദ്യം ഭയാനകമായ ഒരു വനത്തിലൂടെ സഞ്ചരിക്കും. അവിടെയുള്ള ഇലകൾ മൂർച്ച ഏറിയതാവും. അവ യാത്ര ചെയ്യുന്ന പിണ്ട ശരീരത്തെ മുറിവേൽപ്പിക്കും. വിശന്ന് ദാഹിച്ച് പിണ്ട ശരീരം യാത്ര ചെയ്യും. പിന്നീട് വൈവസ്വതാ പട്ടണത്തിൽ എത്തും. അവിടെ പല്ലുകൾ കൂർപ്പിച്ച് മാംസഭക്ഷികളായ മൃഗങ്ങൾ പോകുന്ന വഴിയിൽ ഇരുവശത്തും ഉണ്ടാവും. ഭയന്ന് യാത്ര ചെയ്യുന്ന പിണ്ട ശരീരം അലമുറ ഇട്ടുകരയുന്ന ഒരുപാട് പ്രേതങ്ങളെ അവിടെ കാണും. ക്ഷീണിച്ച പിണ്ട ശരീരം തന്റെ കുടുംബത്തെയും ഓർക്കും. ഭക്തി വെടിഞ്ഞ് ജീവിച്ചതും ആരെയും ബഹുമാനിക്കാത്തതും ഒന്നും ദാനം ചെയ്തിരുന്നതും ഓർത്ത് കരയും. എന്നാൽ കിങ്കരർ തിരിഞ്ഞു പോലും നോക്കാതെ വലിച്ചു കൊണ്ടുപോകും. എന്നാൽ ദാനം നല്ല കർമ്മങ്ങൾ ചെയ്ത ആത്മാക്കൾ ഈ കഷ്ടതകൾ അനുഭവിക്കില്ല. ശേഷം അവർ കാറ്റ് കൂടിയ പ്രദേശത്ത് എത്തും. ആ പ്രദേശത്ത് വിഷജന്തുക്കൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അവർ മരിച്ച് 28-ാം ദിനം ആകും. പുത്രൻ നൽകുന്ന ആദ്യ മാസബലി സ്വീകരിക്കും. പിന്നീട് യമ്യ എന്ന നഗരത്തിൽ എത്തും. ഇവിടെ വച്ച് 2-ാമത്തെ മാസബലി സ്വീകരിക്കും. ശേഷം സൗരി എന്ന നഗരത്തിൽ വച്ച് 3-ാമത്തെയും 4-ാമത്തെയും മാസബലി സ്വീകരിക്കും. പിന്നീട് കുറൂരപുരം എന്ന നഗരത്തിൽ വച്ച് 5-ാമത്തെ മാസബലി സ്വീകരിക്കും. റൗഞ്ചം എന്ന സ്ഥലത്ത് 6-ാം മാസബലി സ്വീകരിക്കും. ഓരോ നഗരവും ഒരുപാട് കഷ്ടതകൾ പിണ്ട ശരീരത്തിന് നൽകും. 7-ാം മാസത്തെ പിണ്ടം സ്വീകരിക്കാൻ അനേകം പ്രേതങ്ങൾ എത്തും. അവർ മറ്റുള്ളവർക്ക് അന്നദാനം നൽകാത്ത പാപികളുടെ പിണ്ടം തട്ടി എടുക്കും. പിന്നീട് പക്വപദം എന്ന നഗരവും, പിന്നീട് ദുഃഖദം, നഥാക്രാന്തം എന്ന നഗരത്തിലും, പിന്നീട് രൗദ്രം എന്ന നഗരത്തിലും എത്തും. ഈ സമയം ആത്മാവ് ബന്ധുക്കളെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ കിങ്കരർ അവർ എല്ലാം അവിടെ ഉണ്ടെന്നും നിന്റെ കർമ്മഫലം മാത്രമാണ് നിന്റെ കൂടെ ഉള്ളത് എന്ന് ഓർമ്മിപ്പിക്കും. അങ്ങനെ 12 മാസം യാത്ര ചെയ്ത് യമലോകത്ത് എത്തും. ഇവിടെ വച്ച് ശിക്ഷ വിധിക്കും.